ഗേസ് ഈ ബാഗും തൂക്കി ഞാൻ അങ്ങോട്ടാണെന്നറിയോ പോകുന്നത് ഇളയരാജയെ കാണാനാണ്. മനസ്സിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇളയരാജയെ നേരിട്ട് കാണണം, അദ്ദേഹത്തിന് കൺസേർട്ട് കാണണം. അങ്ങനെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. കുറേ നേരം കാത്തിരിക്കേണ്ടി വന്നെങ്കിലും ട്രെയിൻ വന്നു. ഭയങ്കര തള്ളായിരുന്നു. അവസാനം ഒരു വിധത്തിൽ അങ്കമാലിയിൽ ഇറങ്ങി. അവിടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ജിതേഷ്, അവനും ഞാനും നേരെ ഓഫ് ടു ബാംഗ്ലൂർ. അങ്ങനെ വഴിയിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഇപ്പോൾ പാലക്കാടെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ജിതേഷ് ഇതാണ്. അങ്ങനെ രാവിലെ ഏകദേശം 2-3 മണിയായപ്പം ബാംഗ്ലൂർ എത്തി. നല്ല തിരക്ക്. ഏർലി മോർണിംഗ് ബാംഗ്ലൂർ. ഞാനും ഉണർന്നിരിക്കുകയാണ് രാവിലെ. സുഹൃത്തുക്കളെ, ഇളയരാജയുടെ ലൈവ് കോൺസേർട്ട് കാണാൻ ബാംഗ്ലൂരിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 7 മണിക്ക്, ഇപ്പം 4 മണിയായി, 7 മണിക്ക് ഇളയരാജയുടെ ലൈവ് കോൺസേർട്ട് ബാംഗ്ലൂരിൽ നടക്കുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇളയരാജ. അദ്ദേഹത്തിന്റെ മ്യൂസിക് നേരിട്ട് കേൾക്കാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതോടൊപ്പം അദ്ദേഹം 50 വർഷം തികയുന്ന ഒരു വർഷം കൂടാണിത് മ്യൂസിക്കിൽ. അതിൻ്റെ ഒരു ആഘോഷമുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇളയരാജയെ നേരിട്ട് കാണാൻ പോവുകയാണ്. അപ്പം ചെന്നിട്ട് കുറച്ച് വിഷ്വൽസ് നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ നിന്നെടുത്തുനിന്ന് ഏകദേശം ഒരു 40-45 കിലോമീറ്റർ വീണ്ടും ബാംഗ്ലൂരിൽ നിന്ന് പോകണം. മതവാരം എന്ന് പറഞ്ഞ സ്ഥലമാണ്. മക്കളെ, അവസാനം സ്പോട്ടെത്തി. ഇളയരാജയെ നേരിട്ട് കാണാൻ ടിക്കറ്റൊക്കെ എടുത്തു. സ്റ്റേഡിയം കേട്ടോ, വലിയ സ്റ്റേഡിയമാണ്. ഇവിടെ കാണുന്ന പോലെ അല്ല, ഭയങ്കര വലിയൊരു സ്റ്റേഡിയമാണ്. ഒത്തിരി ആൾ. അതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ച് നോക്കി, ഇളയരാജയെ പോലെ ഒരു ചേട്ടൻ, ഇളയരാജ ഫാൻസ് അസോസിയേഷനിലൊക്കെ ഉള്ളതാണെന്നാണ് പറഞ്ഞത്. ചേട്ടൻ കയ്യിലൊരു കൊടിയുണ്ട്. വേറെ ചേച്ചിയുണ്ട്, ചേച്ചിയെ കാണാൻ പറ്റിയില്ല. പിന്നെ 7 മണിക്കായിരുന്നു ഞങ്ങൾക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 4-5 മണിയായപ്പോൾ ഞങ്ങൾ കയറ്റി വിട്ട് തുടങ്ങി പതിയെ. നല്ല തിരക്കുണ്ടാകത്തത്. കൊടി വീണിട്ടും ഇളയരാജ. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. വലിയൊരു ഗ്രൗണ്ടാണ്. എനിക്കൊന്നൊരു 10,000 മുകളിൽ ആൾക്കാരിരിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടാണ്. ചേട്ടനൊക്കെ കൊടി വീശുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു സെൽഫി എടുത്തു. എൻ്റെ തരത്തിൽ ഭയങ്കര സന്തോഷം. അതിൻ്റെ ഇടയ്ക്ക് ഒരു മ്യൂസിക് നിങ്ങളത് കാണുന്നുണ്ടാവും. സുന്ദരി കണ്ണാളൊരു സേതി എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ ഒരു ബീജം അവർ പ്രാക്ടീസ് ചെയ്യുകയാണ്. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അയ്യോ, പറയാൻ പറ്റത്തില്ല, അതുപോലെ ഫീലിംഗ് ആയിരുന്നു. നിങ്ങളെന്തായാലും കുറേ ക്ലിപ്പിങ്സ് ഉണ്ട്, അത് കാണും. അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട ആ നിമിഷം അത് വാക്കുകൾക്ക് കുറവാണ്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ വീഡിയോ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. റീജ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ കാണും. എൻ്റെ നേരം കൈയടിയാണെന്നറിയാമോ? എല്ലാവരും ചേർന്ന് ചെയ്ത് കിട്ടുന്ന രീതിയിലുള്ള കൈയടി വാസ്തുവിലേക്കായിരുന്നു. അദ്ദേഹം ആ കാണുന്ന പോർഷൻ. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇങ്ങനെ സ്റ്റേജിൽ ഒരു എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം അവരെല്ലാം ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു ഉണ്ടാവും ഇളയരാജ എന്ന് പറയുന്നൊരു ലെജൻഡിനെ കാണാൻ, അദ്ദേഹത്തിൻ്റെ കൺസേർട്ട് നേരിട്ട് കാണാം. ഫോട്ടോ ബഹളമായിരുന്നു അറിയുമ്പോൾ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം പതിയെ തുടങ്ങുകയാണ്. കുറേ ക്ലിപ്പിങ്സ് ഉണ്ട്, നിങ്ങൾ കാണും. ಸ್ಪೆಷಲ್ ಗೆಸ್ಟ್ ಬಂದಿದ್ದಾರೆ. ಫಸ್ಟ್ ಟೈಮ್ ನಲ್ಲಿ ಆಫ್ಟರ್ 1980 he sang for me in Sadma. I
குழி மேளங்குட்டு இந்த ரசாவின் நெஞ்சக்கட்டு ராக்கம்மா கையத்தட்டு புது ராகத்தில் மெட்டுக்கட்டு சாத்தி ஒன்ன காணாத நேற்று காக்காடி போராடு பொருளாகி போச்சு வெட்கேதியாச்சு பொன்னானே ஒன்ன தேடு ராசாத்தி ஒன்ன காணாத நேற்று காக்காடி போராடு अखियों में नन्ना मुन्ना एक सपना दे जाए बिंदिया के उड़ते पाखिरे अखियों में आ जा साखिरे रारी हारम ओ रारी रम மகனோட கொள்ளையில் தப்பல் கண்டுண்டோ ಗೌರವವಾಗಿ ಗೌರವರೆಲ್ಲ ಬರೋದು ಸೈಲು சுந்தரி கண்ணால் சுந்தரி என்னால் இணையாடும் காதல் தேசம் நீலா ராஜராஜ சோழன் இணையாடும் காதல் தேசம் நீலா